ആധികാരികമായി കസ്റ്റാർഡിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പിഞ്ചെത്തിരിക്കുകയാണ്. പിഞ്ചു സംസാരിക്കും. കസ്റ്റാർഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെയാണ് ആധുനിക ലോകത്തിൽ പറയുന്നത്. ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് വെള്ളത്തിൽ ചാടി കുളിച്ചാൽ പെരുന്നാളിനെ കുറിച്ച് നല്ല 2 വാക്ക് പറഞ്ഞ. ഒരു വാക്ക്. ബലി പെരുന്നാൾ ആശംസകൾ. വേറൊന്നും പറയല്ല. അത് പറഞ്ഞില്ലേ 2 വാക്ക്. ഒരു 4 അപ്പൊ എല്ലാവർക്കും വലിയൊരുനാൾക്ക് നല്ല സൂപ്പറാണ്. നമുക്ക് ഇന്ന് എല്ലായിടത്തും കറങ്ങാൻ പോണം. നല്ല റൈഡ് അടിച്ച് പള്ള ടമ്പറാക്കിയേക്കണം. വള്ള ടമ്പറാക്കട്ടെന്ന്. നമ്മുടെ ഈ ഇതുംബാർക്ക് വൈബാക്കി നമ്മളെ പിഞ്ചു പുതിയൊരു ഷർട്ടൊക്കെ വാങ്ങിന് വലിയൊരുനാക്ക്. ആൻഡ് പിഞ്ചു എപ്പോഴും ഒരു ഐക്കണാണ് ഈ ചാനലില്. അപ്പൊ പിഞ്ചു ഈ പെരുന്നാളിന് എന്തൊക്കെയുണ്ട്? സന്തോഷം തന്നെയാണോ? നല്ല സന്തോഷം. വെറൈറ്റി ഖദീസ ബിരിയാണി. അല്ല സീന് സാധനം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടായിനോ? പിന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്തേന് രക്ഷ ഉണ്ടല്ലേ? അതുണ്ട് കേട്ടോ. പിന്നെ എന്തേനി ബിരിയാണിക്ക്? എന്തേനി ബീഫോറ്? ബീഫാണോ ചിക്കനാണോ ഉണ്ടായിനി? ചിക്കൻ ഖദീസ ബിരിയാണി. ചിക്കൻ കടായി. പിന്നെ 7up ഉണ്ടായിനോ? 7up ഉണ്ടായി. 7 ഉണ്ടായിട്ടോ. പിന്നെന്താ ഉണ്ടായിനി? പിന്നെ മഴ പെയ്യുമ്പോഴത്തേനും അടുത്ത ടമാറ്റർ സോസ് വീട്ടിൽ നിന്ന് തന്നെ മേക്ക് ചെയ്തു. എന്നെ അവിടുന്ന് തിന്നട്ടെ ഞങ്ങള് വന്നാട്ട്. തോനുണ്ടാക്കി ചെമ്പില്. അപ്പൊ നമ്മളിന്ന് ഖദീസ ബിരിയാണി ഇന്നാണ് പിഞ്ചുവിന്റെ വരെ പോവാണ്. ഇവിടെ അബിയുടെ വെച്ചാതല്ലേ. അപ്പൊ നമ്മളെല്ലാരും നീങ്ങുകയാണ് പിഞ്ചുവിന്റെ വീട്ടിലേക്ക്. ഖദീസ ബിരിയാണി കഴിക്കാം. പായസം. എന്ത് അരിപ്പായസം? എന്ത് അരി? എന്റെ 1 ഓഫ് ഫേവറേറ്റ് പായസാണത്. അപ്പൊ നമുക്ക് പോലെ. അപ്പം പിഞ്ചുവിന്റെ വീട്ടിലെ അരിപ്പായസം കഴിക്കാൻ പോകും. എല്ലാരും വെൽക്കം ചെയ്യും. അപ്പൊ ഞങ്ങള് പോയി. അപ്പൊ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഖദീസ ബിരിയാണി ആൻഡ് പിഞ്ചുവിന്റെ അരിപ്പായസം. അങ്ങനെ നമ്മളെ പിഞ്ചുവിന്റെ അരിപ്പായസം വന്നിരിക്കുകയാണ്. കാണിച്ചു കൊടുക്ക എല്ലാവർക്കും. എടുക്കമാരെ അട വെടിവെപ്പുകാരാ. ഇടുക്ക് ഇന്റെ റബ്ബേ. ആ ഫോണെടുത്ത് ഞാൻ ഒരു ഏറി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ സിനുവിന്റെ വീട്ടിലേക്കാണ്. ഇനി അടുത്തതായിട്ട് എങ്ങോട്ടാണ് പോണേ? നമ്മുടെ സ്വന്തം സിനുവിന്റെ വീട്ടിലേക്ക്. അവിടെ എന്താ ഉള്ളത്? നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നേരെ പോവാ അടുക്കളയിലേക്ക്. കേറോ. നിലവിൽ ഫ്രൂട്ട് സലാഡാണ് ഇവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എന്തോ ആണ്. കസ്റ്റാർഡോ? ഫ്രൂട്ട് സലാഡ് അല്ല, അങ്ങനെ എന്തോ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ വെയിറ്റ് ചെയ്യുകയാണ്. പിഞ്ചു കൊണ്ട് വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്ക് കസ്റ്റാർഡിനെ പറ്റി. ആധികാരികമായി കസ്റ്റാർഡിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ പിഞ്ചെത്തിരിക്കുകയാണ്. പിഞ്ചു സംസാരിക്കും. കസ്റ്റാർഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെയാണ് ആധുനിക ലോകത്തിൽ പറയുന്നത്. പിന്നെ ആധുനിക ലോകത്തിൽ അങ്ങനെയാണ് അതന്നെ. കസ്റ്റാർഡ് പറഞ്ഞാൽ ആരോഗ്യം ശക്തി മസിലൊക്കെ ഉണ്ടാക്കും. അമ്മതി സാറിനാണ്. നമ്മൾ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണേ.
അപ്പൊ നമ്മൾ ആധികാരികമായി സംസാരിച്ച കസ്റ്റാർഡിന്റെ PH നേടിയ പിഞ്ചുവാണ് സംസാരിച്ചത്. ഇന്റെ റഹ്മാനായ റബ്ബേ, ആധുനിക കാലത്തെ കസ്റ്റാർഡിനെ കുറിച്ചാണ് പിഞ്ചു സംസാരിച്ചത്. ഓക്കെ, അപ്പൊ കസ്റ്റാർഡ് വന്നിരിക്കുകയാണ്. അവിടെ ഇതിന് ഫ്രൂട്ട് സലാഡ് കസ്റ്റാർഡ് വന്നു. ഇത് കോളനി ഒന്നല്ല, ഏതപ്പൻ സ്പൂണുള്ളത് കസ്റ്റാർഡ് വന്നിരിക്കുകയാണ്. എല്ലാരും തിന്നുകൊണ്ടേ ഇരിക്കൂ. തിന്നുമ്പോ എന്താ സൈലൻസ്? അപ്പൊ നമ്മുടെ നിവാസാണിത്. ന്യൂയോർക്കിന്റെ ഷർട്ടൊക്കെ എടുത്താണ്ട് മൊത്തത്തില്. പിന്നെ ഇത് മൗണ്ടൻ പക്കെ ആൻഡ് ഇതിന് എന്തില്ല. വേണ്ട. അവിടെ സേമിയ പായസ, പാലട പായസം അല്ലേ? അപ്പൊ നമ്മൾ ഇനി അടുത്തതായി പോകുന്നത് നമ്മുടെ നിവാസിന്റെ പെരേക്കാണ്. നിവാസിന്റെ പെരേക്കാണ്. മിക്സ്. അപ്പൊ കമോൺ കേറുക. അയാൾ ശരിക്ക് കേറിപ്പോടാ. പോട്ടെ പോട്ടെ. ഇതാണ് മുതലാളി. എല്ലാരും ഇവിടെ പിഞ്ചു പാലട പായസത്തിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പാലട പാലിന്റെ പാലട, പിന്നെ പാലാട്ടിക്കുന്നു. അപ്പൊ നമ്മുടെ എന്റെ പേര് മോണ്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാലട വന്നിരിക്കുകയാണ്. ഇനി പാലടയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. വിശേഷങ്ങൾ പാലട നമ്മുടെ PhD എടുത്ത ആൾക്ക് കുറച്ചധികം പറയുന്നത്. പക്ക ടേസ്റ്റാ ബ്രോ. പൗതി കുടിച്ച എല്ലായിടത്തും കുടിച്ചാണ് ഒഴിവാക്കിയിട. കൊറേ ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുകയാണ്. പാറാ ഇവനാ മറ്റേ പാലാസജിനെ അനുകരിക്കും. ഏത് റഹീം? നെക്സ്റ്റ് ആയിട്ട് പോകാൻ പോകുന്നത് ഞങ്ങളെ തറവാട്ടിലേക്കാണ്. പോണം. പോട്ടെ പോട്ടറാ. ഫോട്ടോ ഫോട്ടൊക്കെ എടുത്തണ് ചെല്ല്. അതൊക്കെ കാണിച്ചിട്ട് ഇത് നടക്ക്. പള്ളിയാളിലെത്തട്ടെ. അവിടെ ഫോട്ടോ എടുത്തണടാ. അങ്ങനെ ബ്രോ ഇവിടെ എന്തായിരിക്കും? പായസം എന്താ എല്ലാരും ഔത്തിക്കിരിക്കും. കൊങ്ങം വെള്ളം. നാട്ടൻ നടക്ക്. ഫോട്ടോ കാണിച്ചു തരാ. ബ്ലിഞ്ചിമോണില് വരുന്നതായിരിക്കും. അങ്ങനെ അരി പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ മോണ്ടന്റെ പ്രഡിക്ഷൻ റെഡി ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ പായസം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അരിപ്പായസം പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇത് പഞ്ചസാരയൊക്കെ അപ്പൊ നമ്മളെ PhD എടുത്ത പിഞ്ചു പഞ്ചസാര എന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. പോട്ടെ.
അങ്ങനെ ഞങ്ങള് തറവാട്ടിൽ മമ്മ ഇവിടെ എന്താ പായസ നെക്സ്റ്റ് പായസം നല്ല പറഞ്ഞ തറവാട്ടെത്താ നല്ല ബർക്കത്തുണ്ടാവും തറവാട്ടിത്ത. ഇഞ്ച് തറവാടിയാണ്. ആ കൊത്തിരിക്കി ഇവിടെ ഫാനല്ല മാമേ. നമ്മളെ PhD എടുത്ത പിഞ്ചു തറവാട്ടത്തെ പായസത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. നല്ല ബർക്കത്തുണ്ട്. പിന്നെന്താ ഉമ്മമാരുടെ ബർക്കത്ത്. അടാ ഇന്നലെ തൂങ്ങല്ലിട്ടോ. എനിക്ക് ആകെയുള്ളൊരു തറവാടാണ്. ഒരു തറവാടന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ 100 തറവാട് ഉണ്ടാവില്ല. അങ്ങനെ തറവാട്ടത്തെ പായസം കുടിച്ചോണ്ടിരിക്കാണ്. ഉമ്മമാരുടെ പായസം വർക്കത്തെറ്റില്ലേ? നിറച്ചും കിട്ടിയില്ലേ? ഇത്തിരി പായസം മതി പറഞ്ഞതോ? ചങ്ങായി പോര്, വീണ് പണി ഉണ്ടാക്കരുത്. ഇറങ്ങി. അങ്ങനെ അടുത്ത ഞങ്ങളെ മൂത്താപ്പാന്റെ വരെ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എയർ കണ്ടീഷനുള്ള അടിപൊളി വണ്ടി ഇതാ വന്നോണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. വന്ന വണ്ടിയുടെ ഒരു അഭിപ്രായം? ഇതിട്ടോ സസ്പെൻഷൻ കുറവാ. സസ്പെൻഷൻ പോരല്ലേ? ഷോക്ക് അബ്സോർബർ ഇല്ലല്ലേ? അബ്സോർബിങ് കുറവല്ലേ? അത് ആ വണ്ടിക്ക് അത്ര കിട്ടുള്ളൂ. പിന്നെന്തേലും ഉണ്ടോ കിട്ടുന്ന? ഇവന്റെ വിലയേക്കാട്ടോ വന്ന്. ഇവന് മഴ കൊള്ളൂല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് മഴ കൊള്ളാത്തത്? സീറ്റ് ഇട്ടാണ്. അപ്പൊ സീറ്റ് ഇട്ടാ മഴ കൊള്ളൂല. പക്ഷെ സീറ്റിന് ഓട്ടം ഉണ്ട് എന്നാണ് കേട്ടത്. അപ്പളോ നിക്കൂല. അപ്പൊ മഴ കൊള്ളൂല. അപ്പൊ ചീറ്റെല്ലാം അടിച്ചാ കൊള്ളൂലേ? അത് ശരി. അപ്പൊ പിന്നെ അങ്ങനത്തെ എന്തൊക്കെ കഴിവുണ്ട്? ഒരു ശക്തിമാനല്ലേ? പിഞ്ചുവിനെ പറ്റി 2 വർത്താനം. പിഞ്ചുവിനെ ഈ 2K Kids അടിപൊളിയെന്ന് അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. 2002 മാത്രല്ല, 2014 ഇതേപോലെ പൊട്ടന്മാരാ ചളി അങ്ങ് വാരി കയറിയ. 2014 ചളിയാണെന്ന് പറയുന്നത്. പിന്നെ 90s കിഡ്സും ഇത്രല്ലേ? ഇത് കുറച്ചുകൂടി മുന്നേ എന്തോ സാധനം. ഓക്കെ അങ്ങനെ ഈ പെരുന്നാൾക്ക് കൊക്ടായി. അങ്ങനെ ഈ പെരുന്നാൾക്ക് പറയിട്ടേ എടത് പൊളി സാധന. ഋതുവാൻ എനിക്കുണ്ടേ മാങ്ങയാണ്. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുണ്ടാക്കും. ബദാം ക്യാരറ്റൊക്കെ. ക്യാരറ്റല്ലേ? ഇപ്പൊ നമ്മളെ പിഞ്ചു പായസം പറ്റൂല പറഞ്ഞിട്ട് ഇപ്പം മുന്തിരി ജ്യൂസ്. മുന്തിരി ജ്യൂസ് പറ്റൂല. ഈ പൊട്ടന് മുന്തിരി ജ്യൂസ് അലർജിയാ. എന്താ എനിക്ക് കുടിച്ചാൽ എന്തേലും ചോറ് എങ്ങാനും ഉണ്ടാവും? ഞാന് കാര്യത്തിന് മീൻ തിന്നൂല. അത് പറ്റാതെ മീൻ തിന്നാ തിന്നലില്ല.
ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കല്ലേ. മാറിക്ക് ആ അവിടെ വെച്ചാൽ അഭിനയിക്കാൻ പോട്ടാ. സീനായില്ല. മോന്റെ ഹാർട്ട് ബീറ്റ് നോക്കാം. എന്റെ മോനെ സീൻ ഹാർട്ട് ബീറ്റ് ടക്ക 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 ടക്ക. ശ്വാസം പിടിച്ചാലും ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. ഇവത്തത് ആർമീറ്റില്ലെങ്കിൽ ആളെ അടിച്ചു പോയി. ശ്വാസം പിടിച്ചേക്ക് എന്നിട്ട് കാട്ടില്ല. ശ്വാസം പിടിച്ച് ഇവിടെ എങ്ങനെ വരല ചെയ്യാൻ. ഇവിടെ എങ്ങനെ ഒരു നെരുമ്പുണ്ട്. പെരുന്നാൾ അഡ്വൈസ് ആയിട്ട് നമ്മളെ മോണ്ടറിനൊരു ശിബുദിനം തരുന്നതായിരിക്കും. ഒരു ശിബുദിനം കൊടുക്ക്. ആ അടാ കൊടുക്കടാ. ആ സാധനം പറഞ്ഞു കൊടുക്ക്. ഞാൻ പറയില്ല പറഞ്ഞാലേ. എന്താടാ ഒരു പൗതി പറഞ്ഞാൽ മതി. ആ അതാ കഴിഞ്ഞോ? ആ പറയ്. നിങ്ങളുടെ ഹാർട്ട് കിട്ടും കിട്ടും എന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടുണ്ട്. ശശിദിനം. അപ്പൊ നമ്മളെ പെരുന്നാൾ അഡ്വൈസ് ആയിട്ട് നമ്മളെ മോണ്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെ ഫോട്ടോഷൂട്ടിലേക്ക് അടക്കം കാം.